ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി ഞാൻ ഇവിടെ ഏത്തയ്ക്കയും കൊണ്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഇവിടെ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫുൾ ഏത്തയ്ക്ക എടുക്കുന്നില്ല, ഹാഫ് ഏത്തപ്പഴമാണ് ചേർക്കുന്നത്. ഉണ്ണിയപ്പത്തിന് വേണ്ടി ഞാൻ പച്ചരി, ഏലക്ക, നല്ല ജീരകം, നേന്ത്രപ്പഴത്തിൻ്റെ ഒരു ഹാഫ്, പിന്നെ ഇതിനകത്ത് ഞാൻ ഇച്ചിരി ചോറ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് ശർക്കര ഒഴിക്കുവന്നേ, വെള്ളം ചേർക്കുന്നില്ലേ. ഈ ഉരുക്കിയ ശർക്കര മാത്രം ഇട്ട് ഞാൻ അരി ആട്ടാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ ഉണ്ണിയപ്പത്തിനുള്ള മാവ് അരച്ചേ. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ഒരു 1 hour വെക്കാം. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് 1 സ്പൂണ് മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇച്ചിരിയും തരിയായിട്ടായിരിക്കേണ്ടത്. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ വറുക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ എള്ളും തേങ്ങയും കൂടി വറുത്ത് കൂറിയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ആഡ് ചെയ്യുക, മാവിനകത്തോട്ട്. ഇവിടെ ഞാൻ ഗ്ലാസ്സിനകത്തോട്ട് മാവ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ണിയപ്പത്തിൻ്റെ കടായി ഞാനിത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. നിറച്ചു ഒഴിക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ഏത്തയ്ക്ക ഉണ്ണിയപ്പം റെഡി. നല്ല സോഫ്റ്റായിട്ടുണ്ട്. അകം കാണുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ, നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. സൂപ്പർ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.